ഒരു ഗ്രാമിന് 1.15 ലക്ഷം, പവന് 9.2 ലക്ഷം. മാന്ദ്യം കഴിഞ്ഞാല് സ്വർണ്ണവില കുതിക്കുമെന്ന് കിയോസാക്കി. ആഗോള വിപണികള് ഒരു സുസ്ഥിരമല്ലാത്ത കുമിളയിലാണെന്ന വാദം ആവർത്തിച്ച് പ്രശസ്ത എഴുത്തുകാരനും നിക്ഷേപകനുമായ റോബർട്ട് കിയോസാക്കി. ആഗോള വിപണികള് മിഡിൽ ഈസ്റ്റിലെ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങള്, വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റം, കേന്ദ്ര ബാങ്ക് നയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം എന്നിവയുമായി മല്ലിടുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഏറ്റവും വലിയ കുമിള. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുമിളകള് ഏത് സംഭവം പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയില്ല. സംഭവം എന്തുതന്നെയായാലും പിന്നെ അടുത്തിരിക്കുന്നു. അത് എപ്പോഴാണെന്നല്ല, കിയോസാക്കി പറഞ്ഞു. കൂടാതെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ അനന്തരഫലമായി സ്വർണം, വെള്ളി, ക്രിപ്റ്റോകറൻസികൾ എന്നിവയ്ക്കുള്ള അമ്പരപ്പിക്കുന്ന വില ലക്ഷ്യങ്ങൾ കിയോസാക്കി നിശ്ചയിച്ചു. ഒരു തകർച്ചയെ തുടർന്ന് ആസ്തി വിലകളില് കുത്തനെയുള്ള കുതിച്ചുചാട്ടം പ്രവചിച്ചുകൊണ്ട് അദ്ദേഹം ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ആക്രമണാത്മകമായ ചില പ്രവചനങ്ങൾ നടത്തി. സ്വർണം ഔൺസിന് $35,000 എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രവചനം. വെള്ളി $200 ബിറ്റ്കോയിന് $7,50,000 എതറിയം $95,000 എന്നും അദ്ദേഹം പ്രവചിച്ചു. കിയോസാക്കിയുടെ പ്രവചനമനുസരിച്ച് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ത്യയില് 1.15 ലക്ഷം രൂപയും ഒരു പവന് 9.2 ലക്ഷം രൂപയുമാകും. ഇതെല്ലാം അടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് കിയോസാക്കി പറയുന്നത്. പണപ്പെരുപ്പം, കറൻസി മൂല്യത്തകർച്ച, വ്യവസ്ഥാപരമായ സാമ്പത്തിക അപകടസാധ്യതകൾ എന്നിവയ്ക്കെതിരായ ഒരു സംരക്ഷണമായി ഹാർഡ് ആസ്തികളും വികേന്ദ്രീകൃത കറൻസികളും സ്വന്തമാക്കും എന്നാണ് കിയോസാക്കി പറയുന്നത്. പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങൾ ഇപ്പോഴും ആഘാതങ്ങൾക്ക് വിധേയമാകുമെന്ന ദീർഘകാല വിശ്വാസത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ശക്തിപ്പെടുത്തുന്നു. അതേസമയം പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും വിപണി നിരൂപകനും ഫിയറ്റ് കറൻസികളുടെ ദീർഘകാല വിമർശകനുമായ പീറ്റർ ഷിഫ്, വെള്ളിയുടെ സമീപകാല വിലയിലും വിശാലമായ വിലയേറിയ ലോഹങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ വിപണി വീക്ഷണം വാഗ്ദാനം ചെയ്തു. വെള്ളി ഒരു വലിയ തകർച്ച നടത്തി, അടുത്ത സ്ഫോടനാത്മക നീക്കം ഏത് ദിവസവും ആരംഭിക്കാം, ഷിഫ് പറഞ്ഞു. ഖനന സ്റ്റോക്കുകളിലെ ഒരു വൈരുദ്ധ്യ പ്രവണതയും അദ്ദേഹം എടുത്തുകാണിച്ചു. സ്വർണ്ണ, വെള്ളി ഖനന സൂചികകളായ GDXJ എന്നിവ അവയുടെ സമീപകാല ഉയർന്ന നിരക്കുകളിൽ നിന്ന് ഏകദേശം 25% കുറഞ്ഞ് കുത്തനെ തിരുത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് അവരെ വിപണിയുടെ മേഖലയിൽ നിർത്തുന്നുണ്ടെങ്കിലും ചില നിക്ഷേപകരെ ഇതിനെ ഒരു സാധ്യതയുള്ള വാങ്ങൽ അവസരമായി കണ്ടേക്കാമെന്ന് ഷിഫ് അഭിപ്രായപ്പെട്ടു. മൂല്യശേഖരമായി സ്വർണ്ണത്തെ വാദിക്കുന്ന ഷിഫ് കടലാസ് കറൻസികളെ അമിതമായി ആശ്രയിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക അസ്ഥിരതയുടെ കാലഘട്ടങ്ങളില് വിലയേറിയ ലോഹങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. ധനന രംഗത്ത് US ഫെഡറൽ റിസർവ് ബുധനാഴ്ച തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ തുടർച്ചയായ രണ്ടാം യോഗത്തിലും പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് വ്യാപകമായി പ്രതീക്ഷിക്കുന്നു. ഇറാന് സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള അവരുടെ ആദ്യത്തെ നയ അവലോകനമായി UK, യൂറോസോണ്, ജപ്പാന്,